ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 വീഡിയോ കാണാത്തവർ വേഗം പോയി കാണുക. അങ്ങനെ 5 മിനിറ്റോ 4 മിനിറ്റോ ഒക്കെ ഉള്ള വീഡിയോ ആണ്. സോ വേഗം കണ്ടിട്ട് വരിക. അപ്പോൾ ഒരു സിമ്പിൾ ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ തെർമൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, അതേപോലെ കെമിക്കൽ ഇക്വിലിബ്രിയം, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത്രയും മതി. അത് എക്സാമിനൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. എനർജി ഉണ്ട്, വർക്ക് ഉണ്ട്, ഹീറ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് എനർജി, എന്താണ് വർക്ക്, പിന്നെ എന്താണ് ഹീറ്റ്, അത് 3 നമുക്ക് പഠിക്കാറുള്ളൂ. അപ്പോൾ എന്താണ് എനർജി? എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് എനർജി എന്ന് പറയുന്നത്. കപ്പാസിറ്റി ടു ഡു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ഡൺ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു സിസ്റ്റത്തിന് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, നമ്മളൊരു സിസ്റ്റത്തിൽ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ട്, ഇപ്പോൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എനർജി എന്ത് ചെയ്യുക, കുറയാണ് സിസ്റ്റം ചെയ്യുന്നത്. ഇനി വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, ബൈ ദ സിസ്റ്റം ഉണ്ട്, ഓൺ ദ സിസ്റ്റം ഉണ്ട്. ഓൺ ദ സിസ്റ്റത്തിൽ വർക്ക് ഡൺ ചെയ്യുകയാണെങ്കിൽ എനർജി ഈസ് ഇൻക്രീസ്ഡ്. ഒരു സിസ്റ്റം അപ്പം നിങ്ങളൊരു സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക ബൈ ദ സിസ്റ്റത്തിൽ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഞാനൊരു സിസ്റ്റമാണ്. അപ്പം ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, എൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ മേലിലാണ് ഒരാൾ എന്താ പറയുക അടിക്കണമെന്ന് വിചാരിക്കുക. എൻ്റെ മേലിൽ ഒരാൾ അടിക്കുകയാണെങ്കിൽ എൻ്റെ എനർജിക്ക് വല്ല മാറ്റം ഉണ്ടാകും? ഇല്ല, എൻ്റെ എനർജി ഇൻക്രീസ് ആവുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ എന്താ, എൻ്റെ എനർജി ഇൻക്രീസ് ആവുകയാണ് ചെയ്യണത്. എന്നാൽ ആലോചിച്ചാൽ മതി. എന്നാലും അതിൻ്റെ ടെക്നോളജി ബാക്കുള്ളത് ഞാൻ പറയാം. ബൈ ദ സിസ്റ്റം, ഓൺ ദ സിസ്റ്റം, അതിൻ്റെ വേരിയേഷൻ മനസ്സിലാക്കണം. ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദ സിസ്റ്റം ചെയ്യുകയാണ്. അപ്പം ഞാൻ ഒരാളെ അടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, എൻ്റെ എനർജി, ഞാൻ കൈയൊക്കെ പൊന്തിച്ച് അടിക്കുമ്പോഴേക്കും എൻ്റെ എനർജി അപ്പോൾ ബൈ ദ സിസ്റ്റം. അപ്പോൾ ഞാൻ ഇതാക്കുന്ന സമയത്ത് എൻ്റെ എനർജി കുറയും. ഓൺ ദ സിസ്റ്റം, ഒരാൾ എന്നെയാണ് അടിക്കണമെന്ന് വെച്ചാൽ ഓൺ ദ സിസ്റ്റത്തിലാണ് അടിക്കുന്നത്. സിസ്റ്റത്തിനെ അടിക്കുകയാണെങ്കിൽ, അപ്പം ഞാനൊരു സിസ്റ്റമാണ്, അപ്പോൾ എന്നെ അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ എനർജിയെ പോണത്. അപ്പോൾ എൻ്റെ എനർജി, എനിക്ക് ദേഷ്യം വന്നിട്ട് എൻ്റെ എനർജി ഇൻക്രീസ് ആണ്, അവരെ തല്ലാനുള്ള ഒരു ടെൻഡൻസിറ്റി കൂടും. അതൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, എത്രയേ ഉള്ളൂ. എനർജി ഓഫ് ദ ഒബ്ജക്റ്റ് ക്യാൻ ബി ഐദർ പൊട്ടൻഷ്യൽ എനർജി ഓർ കൈനറ്റിക് എനർജി. PE ഓർ KE ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് പറയാം. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇനി വർക്കും ഹീറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്ന ഒരു പാത്ത് ഫംഗ്ഷനാണ്. ഇനി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഇൻ മൂവിങ് ആൻ ഒബ്ജക്റ്റ് ത്രൂ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ഒരു സാധനത്തിനെ തള്ളി ഉന്തി പോകുന്നു, ഇത്രയും ഡിസ്റ്റൻസിൽ ഉന്തുന്നു. ഒരു സാധനം, വെറുതെ ഇരിക്കുന്ന ഒരു വണ്ടി, ചെറിയൊരു വണ്ടി കളിക്കുന്ന വണ്ടി നമ്മൾ നീക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദൂരം അത് നീങ്ങി, അത് നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറയുന്നത് ആ സാധനം എത്ര ഡിസ്റ്റൻസ് നീങ്ങി എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് നീങ്ങി എന്ന് പറഞ്ഞാൽ അത്ര ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വർക്കായിട്ട് പറയുന്നത്. അതെ, അപ്പോൾ വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് എ എനർജി ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഡ്യൂ ടു ദ എക്സ്റ്റൻസീവ് ഓഫ് അൺബാലൻസ്ഡ് ഫോഴ്സ് ബിറ്റ്വീൻ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാകും, നല്ല സ്പീഡിൽ ഉണ്ടാകും, പതുക്കെ ഉണ്ടാകും. അങ്ങനെ അപ്പോൾ നമ്മുടെ എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ എത്ര ഫോഴ്സാണ് കൊടുക്കുന്നത്. അൺബാലൻസ്ഡ് ഫോഴ്സ് നമുക്ക് ഇഷ്ടമുള്ളത് പതുക്കെ കൊടുക്കാം, സ്പീഡിൽ കൊടുക്കാം, മീഡിയമായിട്ട് കൊടുക്കാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെ എനർജി ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫോഴ്സ് കൊടുത്തു, എത്ര ഡിസ്റ്റൻസ് അത് നീങ്ങി എന്നനുസരിച്ചിട്ടായിരിക്കും. ഇനി അടുത്തത് പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒരു വർക്കിൽ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എ സിസ്റ്റം alter ഇറ്റ്സ് വോളിയം against an opposing force. Expansion or contraction of the gas confirmed in a cylinder by a piston against the constant external pressure P external. അതൊന്നും പഠിക്കേണ്ട. വർക്ക് ഈസ് ഈക്വൽ ടു P external into delta V എന്ന് നോക്കുക. അത്രയേ ഉള്ളൂ. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്ത് ഫംഗ്ഷനാണ്, അത്ര നോക്കണ്ടുള്ളൂ. ഇനി ഹീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വെൻ എ സിസ്റ്റം ചേഞ്ച് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ദ ഗെയിൻ ഓർ ലോസ് ഓഫ് എനർജി മേ ബി ഒക്കേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റത്തിനെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. അതിൻ്റെ എനർജിയും അതിൻ്റെ ഗെയിനും ലോസും ഓഫ് എനർജി ക്യാൻ ബി ഫോം ഓഫ് ഹീറ്റ്. അപ്പോൾ നമ്മുടെ ഹീറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സിസ്റ്റത്തിൻ്റെ പൊസിഷൻ മാറ്റിയില്ലേ, വൺ സ്റ്റേറ്റ് ടു അനദർ, ചേഞ്ച് ഓഫ് വൺ സ്റ്റേറ്റ് ടു അനദർ, ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഗെയിൻ ഓർ ലോസ് ഓഫ് എനർജി മേ ബി ഒക്കേഴ്സ് ഇൻ ദ ഫോം ഓഫ് ദ ഹീറ്റ്. ഹീറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ദ എനർജി ദാറ്റ് ഹാപ്പൻ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം സറൗണ്ടിങ് തമ്മിലുള്ള ഹീറ്റിൻ്റെ ട്രാൻസ്ഫറിനെയാണ് പറയുന്നത്. ഹീറ്റ് ഓഫ് ദ എനർജി ട്രാൻസ്ഫർ ഫ്രം എ ഹോട്ട് ബോഡി ടു ദ കോൾഡ് ബോഡി ആൻഡ് ലാസ്റ്റ് അറ്റൈൻ തെർമൽ ഇക്വിലിബ്രിയം. For the exothermic process, Q is negative and endothermic process എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q is positive. Heat is a path function. അങ്ങനെയൊന്നും ചോദിക്കില്ല എക്സാമിന്. നമ്മൾ എന്താ പറയുക, എക്സോതെർമിക് പ്രോസസ്സിൽ നമ്മുടെ എനർജി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നെഗറ്റീവാണ്. എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എനർജി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അത് പോസിറ്റീവാണെന്ന് മനസ്സിലാലോചിക്കുക. ഇനിയിപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു തണുത്ത വെള്ളത്തിനെ ചൂടാക്കി, അപ്പോൾ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് അത് അടുത്ത സ്റ്റേറ്റിലേക്ക് മാറി, അതിനെ പറയുന്നതാണ് ഈ ഹീറ്റ് എന്ന്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം, ഒരു തണുത്ത വെള്ളത്തിനെ ചൂടാക്കിയപ്പോൾ അതൊരു സ്റ്റേറ്റിലേക്ക്, ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് എല്ലാം. അപ്പോൾ ചേഞ്ച് ഓഫ് എനർജി ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ബൈ ഗെയിൻ ഓർ ലോസ് ഓഫ് എനർജി ഗെയിൻ ചെയ്യുകയോ ലോസ് ചെയ്യുകയോ ചെയ്യും. ഇപ്പോൾ തണുത്ത വെള്ളത്തിന് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് ചൂടുവെള്ളം ആവുന്നത് പോലെ ചൂടുവെള്ളത്തിനെ കുറേ നേരം നമ്മൾ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തണുത്ത വെള്ളം ആകുന്ന പോലെയാണ് ഉള്ള പ്രോസസ്സാണ്. അപ്പോൾ വൺ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് മാറുന്നു, അതാണ് ഹീറ്റ്. ഈ നമ്മൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സേഷൻ ഓഫ് ദ ഫോഴ്സ്, ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ നമ്മൾ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസ് നീങ്ങി എന്ന് പറയുന്നതാണ് വർക്ക്. ഇനി എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അതിൻ്റെ എല്ലാ ഫോർമുലാസും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വർക്കിൻ്റെ ഫോർമുലയാണ് W = F into D. ബാക്കിയൊന്നും ഫോർമുല ഇല്ല. പിന്നെ പ്രഷർ, വോളിയം, വർക്ക്, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ആ ഒരു ഇക്വേഷൻ പഠിച്ച് നോക്കിയാൽ മതി. അത്രയൊക്കെ തന്നെ ചോദിക്കില്ല, അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും ചോദിക്കില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഞാൻ അടുത്ത വീഡിയോ വേഗം ഇടുന്നതായിരിക്കും. അപ്പോൾ അതും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.